Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin ala ali Muhammad. ഇനി നമുക്ക് സൂറത്തു തൗബയിലെ 109, 110 സൂക്തങ്ങൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أفمن أسس بنيانه على تقوى من الله ورضوان خير أمن أسس بنيانه على شفا جرف هار فانهار به في نار جهنم والله لا يهدي القوم الظالمين لا يزال بنيانهم الذي بنوا ريبة في قلوبهم إلا أن تقطع قلوبهم والله عليم حكيم أفمن أسس بنيانه أفمن أسس സ്ഥാപിച്ചവനാണോ ബുന്യാനഹു തൻ്റെ കെട്ടിടം ആണോ ഫ അപ്പോൾ മൻ ഒരുത്തനാണോ അസ്സസ അവൻ സ്ഥാപിച്ചു അല്ലെങ്കിൽ അവൻ അടിത്തറയിട്ടു അവൻ പടുത്തുയർത്തി ബുന്യാനഹു തൻ്റെ കെട്ടിടത്തെ അലാ തഖ്വ മിനല്ലാഹ് അള്ളാഹുവോടുള്ള ഭക്തിയുടെ മേൽ അള്ളാഹുവോടുള്ള തഖ്വയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ കെട്ടിടം പടുത്തുയർത്തിയവനാണോ അതേപോലെ തന്നെ വരിദ്വാനിൻ അവൻ്റെ പ്രീതിയിലും അള്ളാഹുവിനോടുള്ള തഖ്വയിലും അവനോടുള്ള പ്രീതിയിലും തൻ്റെ കെട്ടിടം പടുത്തുയർത്തിയവനാണോ ഖൈർ ഉത്തമനായവൻ അമ്മൻ അസ്സസ അതോ സ്ഥാപിച്ചവനോ പടുത്തുയർത്തിയവനോ ബുന്യാനഹു തൻ്റെ കെട്ടിടത്തെ അലാ ഷഫ വക്കിൽ ജുർഫിൻ മണൽത്തട്ടിൻ്റെ വക്കിൽ ഹാരിൻ പൊളിഞ്ഞു വീഴാറായ അതോ പൊളിഞ്ഞു വീഴാറായ മണൽത്തിട്ടയുടെ വക്കിൽ തൻ്റെ കെട്ടിടം പടുത്തുയർത്തിയവനാണോ ഉത്തമൻ ഫൻഹാറ ബിഹി അത് അവനെയും കൊണ്ട് തകർന്നു വീണു ഫീ നാരി ജഹന്നം നരകത്തീയിൽ വല്ലാഹു അള്ളാഹു ആകട്ടെ ലാ യഹ്ദി അവൻ നേർവഴിയിലാക്കുകയില്ല നേർവഴി കാണിക്കുകയില്ല അൽ ഖൗമൽ ലാലിമീൻ അക്രമികളായ ജനത്തിന് ലാ യസാലു ബുന്യാനുഹും അവരുടെ കെട്ടിടമായിക്കൊണ്ടേയിരിക്കും അല്ലദീ ബനൗ അവർ നിർമ്മിച്ച അല്ലെങ്കിൽ അവർ സ്ഥാപിച്ച റീബത്തൻ ശങ്കയുണർത്തുന്നത് സംശയമുണ്ടാക്കുന്നത് ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ശിഥിലമായി തീരുന്നതുവരെ അവരുടെ ഹൃദയങ്ങൾ തുണ്ടുതുണ്ടായി മാറുന്നതുവരെ അഥവാ മരിക്കുന്നതുവരെ വല്ലാഹു അലീമുൻ അല്ലാഹു സർവജ്ഞനാണ് ഹക്കീം യുക്തിജ്ഞനുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. അഫമൻ അസ്സസ ബുന്യാനഹു തൻ്റെ കെട്ടിടത്തെ പണിതുയർത്തിയവനാണോ അല്ലെങ്കിൽ സ്ഥാപിച്ചവനാണോ അസ്സസ അസാസന അടിത്തറാനാണ് അലാ തഖ്വ മിനല്ലാഹി വറിദ്വാനിൻ അള്ളാഹുവിനോടുള്ള ഭക്തിയുടെയും തൃപ്തിയുടെയും അടിസ്ഥാനത്തിൽ ഖൈറുൻ ഉത്തമനായവൻ അമ്മൻ അസ്സസ ബുന്യാനഹു അതോ തൻ്റെ കെട്ടിടത്തെ സ്ഥാപിച്ചവനോ അലാ ഷഫാ ജുറുഫിൻ ഹാരിൻ പൊളിഞ്ഞു വീഴാറായ ഒരു മണൽത്തിട്ടയുടെ വക്കിൽ ഫൻഹാറ ബിഹി അങ്ങനെ അത് തകർന്നു വീണു പൊളിഞ്ഞു വീണു ഫീ നാരി ബിഹി അവനെയും കൊണ്ട് ഫീ നാരി ജഹന്നം നരകത്തീയിൽ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ലാലിമീൻ അള്ളാഹു അക്രമികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല. അള്ളാഹ് അക്രമികളായ ജനതയിൽ ഞങ്ങളെ പെടുത്താതെ കാക്കണമേ രക്ഷിതാവേ. ലാ യസാലു ബുന്യാനുഹുമുല്ലദീ ബനൗ അവർ നിർമ്മിച്ച കെട്ടിടത്തെ സംബന്ധിച്ച് അവർ ആയിക്കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ ലാ യസാലു ബുന്യാനുഹും അവരുടെ കെട്ടിടം ആയിക്കൊണ്ടേയിരുന്നു അല്ലദീ ബനൗ അവർ നിർമ്മിച്ച റീബത്തൻ ശങ്കയുള്ളത് സംശയമുള്ളത് ഫീ ഖുലൂബിഹിം അവരുടെ മനസ്സുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ശിഥിലമായി തീരുന്നതുവരെ തുണ്ടുകളായി തീരുന്നതുവരെ അഥവാ മരിക്കുന്നതുവരെ വല്ലാഹു അലീമുൻ ഹക്കീം അള്ളാഹു സർവജ്ഞനാണ് യുക്തിജ്ഞനുമാണ്.
എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം നമുക്കറിയാലോ. മസ്ജിദുൽ ളിറാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആളുകളുടെ നിലപാടിനെയാണ് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. തഖ്വയുടെയും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെയും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി നേടുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടം, അതിവിടെ മസ്ജിദു ഖുബ. പിന്നെ മണൽത്തിട്ടയുടെ വക്കിൽ, ഷഫ എന്ന് പറഞ്ഞാൽ ഒരു വക്ക് എന്നാണ്. അത് നമ്മൾ സൂറത്തു ആൽ ഇമ്രാനിൽ പഠിച്ചിട്ടുണ്ട്. വകുൻതും അലാ ഷഫാ ഹുഫ്റത്തി മിനൻ നാരി ഫഅൻഖദകും മിൻഹ. നിങ്ങൾ നരകത്തീയിൻ്റെ വക്കിലായിരുന്നു എന്ന് ഔസ് ഖസ്റജ് ഗോത്രത്തിൻ്റെ വൈരം സൂചിപ്പിച്ച് അവരെ ഒരുമിപ്പിച്ചതിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ആൽ ഇമ്രാനിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഷഫാറിന വക്ക്. ചുറുഫ് പറഞ്ഞാൽ വെള്ളമൊഴുകിയിട്ട് അടിയിൽ നിന്ന് മണ്ണൊക്കെ ഒഴുകിപ്പോയി മുകളിൽ തകർന്നു വീഴാനായി ഇങ്ങനെ നിൽക്കുന്ന മണൽത്തിട്ട അല്ലെങ്കിൽ മൺതിട്ട എന്നാണ് ജുറുഫ്. ഹാർ എന്ന് പറഞ്ഞാൽ തകർന്നു വീഴുന്നത്, ഹാറാണ് തകർന്നു വീണു. അപ്പോൾ തകർന്നു വീഴാൻ നിൽക്കുന്ന മൺതിട്ടയുടെ വക്കിൽ കെട്ടിടമുണ്ടാക്കിയ ഒരുത്തനും അല്ല അള്ളാഹുവിനോടുള്ള തഖ്വയുടെയും പൊരുത്തത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ച ഒരാളും സമമാകുമോ? ദൈവഭക്തിയിലും വിശ്വാസത്തിലും തഖ്വയിലും ഊന്നി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഫലസിദ്ധി ഉള്ളതാവുകയുള്ളൂ, അതിന് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. വിശ്വാസത്തിലോ ദൈവഭയത്തിലോ അള്ളാഹുവിനോടുള്ള പൊരുത്തത്തിലോ സ്നേഹത്തിലോ അല്ലാതെ നിർമ്മിച്ച എല്ലാ നിർമ്മിതികളും അത് തകരും. അതുകൊണ്ട് അവന് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അത് കുടുംബം കെട്ടിപ്പടുത്താലും, വ്യക്തി ജീവിതമായിരുന്നാലും, കുടുംബജീവിതമായിരുന്നാലും, സമൂഹ ജീവിതമായിരുന്നാലും, സാമ്പത്തിക ജീവിതമായിരുന്നാലും, പൊതു കാര്യങ്ങളായിരുന്നാലും, രാഷ്ട്രകാര്യങ്ങളായിരുന്നാലും, അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൻ്റെയും തഖ്വയുടെയും പൊരുത്തത്തിൻ്റെയും അവൻ്റെ പ്രീതിയുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുണ്ടാക്കുന്നത് അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തതൊക്കെ തകരാനുള്ളതാണ്, അവസാനം നരകത്തിയിൽ വീഴുകയും ചെയ്യുമെന്ന കാഴ്ചപ്പാടാണ് എന്ന ഒരാശയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ എടുത്തു പറയുന്നത് മസ്ജിദുൽ ളിറാറുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ആ മസ്ജിദുൽ ളിറാറാണ് അമ്മൻ അസ്സസ ബുന്യാനഹു അലാ ഷഫാ ജുർഫിൻ ഹാരിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞ അഫമൻ അസ്സസ ബുന്യാനഹു, തൻ്റെ കെട്ടിടത്തെ പടുത്തുയർത്തിയവൻ സ്ഥാപിച്ചവനാകുമോ? എങ്ങനെ സ്ഥാപിച്ചത്? അലാ തഖ്വ മിനല്ലാ, അള്ളാഹുവിനോടുള്ള തഖ്വയുടെ അടിസ്ഥാനത്തിൽ, റിദ്വാനിൻ തൃപ്തിയുടെയും അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ഖൈറുൻ ഉത്തമമാവുക. അങ്ങനെയുള്ള ഒരാളാണോ ഉത്തമനാവുക, ഖൈറാവുക? അമ്മൻ അസ്സസ ബുന്യാനഹു, അല്ലെങ്കിൽ തൻ്റെ കെട്ടിടത്തെ പണിതുയർത്തി. അസ്സസന തറയിട്ടു, പണിതുയർത്തി എന്നൊക്കെയാണ് അസ്സസ, സ്ഥാപിച്ചു. ബുന്യാൻ എന്ന് പറഞ്ഞാൽ കെട്ടിടം, ബിനാ എന്നുള്ള അർത്ഥം തന്നെയാണ്. അലാ ഷഫാന വക്ക്, തെല്ല്. ജുറുഫ് പറഞ്ഞാൽ മൺതിട്ട അല്ലെങ്കിൽ മണൽത്തിട്ട. ഹാരിൻ പൊടിഞ്ഞു വീഴുന്നത്, തകർന്നു വീഴുന്ന മൺതിട്ടയുടെ വക്കിൽ കെട്ടിടം പണിതവനും ഒരുപോലെ ആകുമോ? അഥവാ മസ്ജിദ് ഖുബ എന്ന് പറയുന്നത് ഈമാനിൻ്റെയും തഖ്വയുടെയും റിദ്വാനുള്ളയുടെയും അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട സ്ഥാപനമാണ്. മസ്ജിദുൽ ളിറാർ എന്ന് പേർ വിളിക്കപ്പെട്ട മുനാഫിക്കുകൾ നിർമ്മിച്ച കെട്ടിടമോ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടതല്ല, തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, റിദ്വാൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു അത് ളിറാറാണ്, കുഫറാണ്, തഫ്രീഖം ബൈനൽ മുഅ്മിനീനയാണ്, വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂല. ഒന്ന് ളിറാർ, ഉപദ്രവിക്കാൻ വേണ്ടി, ഇസ്ലാമിക സമൂഹത്തെ ഉപദ്രവിക്കാൻ, പ്രയാസപ്പെടുത്താൻ. രണ്ടാമത്തെ കുഫർ, നിഷേധം. തഫ്രീഖം ബൈനൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കിടയിലുള്ള ഭിന്നിപ്പുണ്ടാക്കുക, അവരെ പരസ്പരം ഭിന്നിപ്പിക്കുക.
ഇർസാദൻ ലിമൻ ഹാറബല്ലാഹു റസൂൽ, അള്ളാഹുവിനോടും റസൂലിനോടും പൊരുതുന്നവർക്ക് ഒരു താവളം ഒരുക്കുക, അവർക്ക് ഓഫീസ് പണിയുക. അതുകൊണ്ട് അതിന് നിലനിൽപ്പില്ല, അത് തകരും. ദുനിയാവിൽ അത് തകർന്നു, പരലോകത്ത് അവരെയും കൊണ്ട് നരകത്തിൽ പതിക്കും. ഇത് ഉദാഹരണമായി നമ്മളെ പഠിപ്പിച്ചത് മസ്ജിദുൽ ളിറാർ ആണെങ്കിലും സാന്ദർഭികമായി മസ്ജിദുൽ ളിറാർ ആണെങ്കിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് ബാധകമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ വലിയ ആപത്തിലായിരിക്കും പതിക്കുക. ഇത് നമ്മൾ ഉൾക്കൊള്ളണം. അഫമൻ അസ്സസ ബുന്യാനഹു അലാ തഖ്വ മിനല്ലാഹി, തഖ്വ അലാ തഖ്വ മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭക്തിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട കെട്ടിടം സ്ഥാപിച്ചവനാണോ, വരിളുവാനിൻ അവനോടുള്ള തൃപ്തിയുടെ അടിസ്ഥാനത്തിലും ഖൈറുൻ നല്ലവൻ ഉത്തമനായവൻ, അമ്മൻ അസ്സസ ബുന്യാനഹു അതോ തൻ്റെ കെട്ടിടം നിർമ്മിച്ചവനോ, അലാ ഷഫാ ജുറുഫിൻ ഹാരിൻ തകർന്ന് വീഴാറായ മണൽ തിട്ടയുടെ വക്കിൽ. എന്താ സംഭവിക്കുക? അപ്പം ഇങ്ങനെ ഇത് എല്ലാ വിഷയത്തിലും ഇസ്ലാമുമായി പൊരുത്തപ്പെടാത്ത വിധത്തിൽ ഇസ്ലാമിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടവുമായി അവൻ്റെ കൽപ്പനയുമായി പൊരുത്തപ്പെടാത്ത വിധത്തിലുള്ള ആശയാദർശങ്ങൾ സ്വീകരിക്കുന്നവരൊക്കെ മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കേണ്ട ഗൗരവപ്പെട്ട വിഷയമാണത്. അത് തകർന്നു വീഴും. അത് ആശയമായിരുന്നാലും ആദർശമായിരുന്നാലും പ്രവർത്തനങ്ങളായിരുന്നാലും നിലപാടുകളായിരുന്നാലും ഒക്കെ നമ്മളത് ഉൾക്കൊള്ളണം. ഏത് സംഗതികളിലും അത് അടുത്ത സൂക്തം കൂടി നമ്മൾ 111 ആയത്ത് കൂടി മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമാകും അത്. കാരണം 111 സൂക്തത്തിൽ പറയുന്നുണ്ട്, നമ്മെ അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്, നമ്മളെയും നമ്മുടെ സമ്പാദ്യങ്ങളെയും ഒക്കെ, ജീവനെയും സമ്പാദ്യത്തെയും. അതും കൂടി ഉൾക്കൊണ്ടാൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ നമുക്ക് നിലകൊള്ളാൻ സാധ്യമല്ല എന്ന് മനസ്സിലാവും. ഫൻഹാർ ബിഹി, എന്നിട്ട് അത് തകർന്നു വീണു. ഇൻഹാറ ഫീ നാരി ജഹന്നം, നരകത്തിലാണ് എത്തുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇത്തരം അക്രമികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ആദർശം വിട്ട് മറ്റാദർശങ്ങളുടെ പിന്നാലെ പോകുന്നവരും ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ അള്ളാഹുവിന് അധികാരമില്ലെന്നും സ്വാധീനമില്ലെന്നും ഒക്കെ മനസ്സിലാക്കുന്ന എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണത്. ഏത് സംഗതിയിലും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവുമായിരിക്കണം നമ്മുടെ അന്തിമമായ നിലപാട്. ലാ യസാലു ബുന്യാനുഹുമുല്ലദീ ബനൗ, അവർ നിർമ്മിച്ച കെട്ടിടം. ബുന്യാൻ കെട്ടിടം. പള്ളി എന്നതിന് ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല. മസ്ജിദ് ളിറാർ ഖുർആൻ പ്രയോഗിച്ച് മസ്ജിദ് ളിറാറാണ്. അവർ പേരിട്ടതാണ് മസ്ജിദ് ളിറാർ. ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല, അവരങ്ങനെ പേര് കൊടുത്തതാണ്. ലാ യസാലു ബുന്യാൻ, ഇവിടെ പറഞ്ഞാൽ അതൊരു കെട്ടിടം എന്നാ. ലാ യസാൽ, കെട്ടിടം എന്ന് പറഞ്ഞാൽ അന്നത്തെ കെട്ടിടത്തിൻ്റെ രീതി നമുക്ക് അറിയാമല്ലോ എന്തായിരിക്കും എന്ന്. ലാ യസാലു, ആയിക്കൊണ്ടേയിരിക്കും. മാസാല ലാ യസാലു എന്നൊക്കെ പറഞ്ഞാൽ സംഗതി തുടർന്നു കൊണ്ടേയിരിക്കുക എന്നാണ്. ലാ യസാലു ബുന്യാനുഹും, അവരുടെ കെട്ടിടം ആയിക്കൊണ്ടിരിക്കും. വല്ലദീ ബനൗ, അവർ നിർമ്മിച്ച അവരുടെ കെട്ടിടം. രീബത്തൻ, ഒരു സംശയം, എന്നും ആശയക്കുഴപ്പം, എന്നും ആശങ്ക, ഒരിക്കലും ഒരു മനസ്സമാധാനത്തിനിടമാവില്ല അത്. പള്ളി എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വിശിഷ്ടമായ സ്ഥലമാണ്. പള്ളിയിൽ ഇരിക്കുന്നതും ആരാധനാ നിമഗ്നനാകുന്നതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനം നൽകുന്നതാണ്. പക്ഷേ അവർ പള്ളി എന്ന് പേരിട്ട് നിർമ്മിച്ച മസ്ജിദുൽ ളിറാർ, ഉപദ്രവത്തിൻ്റെ പള്ളി, അതവർക്ക് എന്നും സംശയമായിരിക്കും. അവരുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല. എന്തിനാണ് ഞങ്ങളിത് ചെയ്തത്, വേണ്ടിയതാണോ? ഫി ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിൽ. ഇല്ലാ തഖത്തഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നുറുങ്ങുന്നത് വരെ. ഖത്തഅ, നുറുങ്ങിപ്പോവുക, ഛിന്ന ഭിന്നമാകുക, കഷ്ണമാകുക. അത് മരിക്കുന്നത് വരെ എന്നാണ് തഫ്സീറുകളിലൊക്കെ അതിനർത്ഥം കൊടുത്തിരിക്കുന്നത്. അത് അവർക്കൊരു മനസ്സമാധാനം കിട്ടുന്ന കെട്ടിടമാവുകയില്ല ഒരിക്കലും. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു സർവജ്ഞനാണ് യുക്തിജ്ഞനുമാണ്. അള്ളാഹുവാണ് അവരുടെ എല്ലാ സ്വഭാവ വൈകൃതങ്ങളും മനസ്സിലാക്കുക. അതിനുള്ള കഴിവ് അള്ളാഹ്ക്കുള്ളത്. അലീമാണ്, ഹക്കീമാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഞാനൊന്നും കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അഫമൻ അസ്സസ ബുന്യാനഹു, തൻ്റെ
കെട്ടിടം നിർമ്മിച്ചവനാണോ അലാ തഖ്വ മിനല്ലാഹി അള്ളാഹുവിനോടുള്ള ഭക്തിയുടെ അടിസ്ഥാനത്തിൽ വരിളുവാനും തൃപ്തിയുടെയും തഖ്വ ഭക്തി റിളുവാൻ തൃപ്തി നമുക്ക് വാക്കറിയണതാണല്ലോ ഖൈർ ഉത്തമൻ അങ്ങനെ റിളുവാൻ്റെയും തഖ്വ മിനല്ലാഹി വരിളുവാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ചവനാണോ ഉത്തമൻ അമ്മൻ അസ്സസ ബുന്യാനഹു അലാ ഷഫ ജുർഫിൻ ഹാരിൻ അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാറായ മണൽത്തിട്ടയുടെ വക്കിൽ കെട്ടിടം നിർമ്മിച്ചവനാണോ ഉത്തമൻ. അത് മഹാവിഡ്ഢിത്തമാണ്. ഇവിടെ സന്ദർഭം മസ്ജിദുൽ ദിറാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും നമ്മുടെ എല്ലാ ജീവിത നിലപാടുകൾക്കും അത് ബാധകമായിരിക്കും. എല്ലാം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും അവനോടുള്ള സ്നേഹത്തിൻ്റെയും അവൻ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ഫൻഹാർ ബിഹി ഫി നാരി ജഹന്നം എന്നിട്ട് അത് നരകത്തിലേക്ക് തകർന്നു വീണു. അത്തരം എല്ലാ ഇടപാടുകളും എല്ലാ ആശയങ്ങളും എല്ലാ ആദർശങ്ങളും എല്ലാ ചിന്താധാരകളും എല്ലാ കർമ്മരീതികളും എല്ലാ പ്രവർത്തനങ്ങളും നരകത്തിൽ ചെന്ന് പതിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അള്ളാഹു അക്രമികളായ ജനങ്ങളെ നിർമാർഗത്തിലാക്കുകയില്ല. ലാ യസാലു ബുന്യാനുഹുമുല്ലദീ ബനൗരീബത്തം ഫീ ഖുലൂബിഹിം. അവർ നിർമ്മിച്ചിരിക്കുന്ന അവരുടെ കെട്ടിടം അവരുടെ ഹൃദയങ്ങളിൽ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. അതവരെ സംശയിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇല്ല തഖത്തഅ ഖുലൂബുഹും. അവരുടെ ഹൃദയം ഛിന്ന ഭിന്നമാകുന്നതുവരെ. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു സർവജ്ഞനാണ് യുക്തിജ്ഞനുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും തഖ്വയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അഹ്ലുകാരെ ഞങ്ങളെല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകണം. അഥവാ നരകത്തിലാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് മായ്ക്കുകയും തിരുത്തുകയും ചെയ്ത് ഞങ്ങളെ നീ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തണേ രക്ഷിതാവേ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറ വമുഖമ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ